ലത്തീഫായി എന്താപ്പത് ഇത് കാണേണ്ട ഒരു ഇതാട്ടോ ഫാബിയ, നമ്മൾ കാണാത്തൊരു ബ്രീഡിങ് സെക്ഷനാണ് മണിത്തറാവിന്റെ. കണ്ടോ ഫുള്ള് മറ്റേ പ്ലെയിൻ ഡെക്ക്. എത്ര പോരം പ്ലെയിൻ ഡെക്ക് നോക്കി. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അവിടെ ഈ ഷെഡിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഇൻക്യുബേറ്ററും വേണ്ട, നാടൻ കോഴിയും വേണ്ട, ഒരു വെറൈറ്റി സംഭവമാണ്. ഞാൻ ആദ്യം കാണുക, ആദ്യമായിട്ട് കാണുക. സത്യത്തിൽ കണ്ട് ഉണ്ടാവും, പക്ഷേ ഇത് കണ്ടൊക്കെ ഏകദേശം ഒരു 10 സെൻറ്റിൽ കൂടുതലുണ്ട്. കോമ്പൗണ്ട് വളച്ച് കെട്ടിയിട്ട് അതിനകത്ത് വലിയൊരു ഷെഡ്. അതിൽ ഫുള്ള് ഇതാണ് പ്ലെയിൻ ഡെക്ക്. ഇവിടെ നോക്കേ, അതിമനോഹര കാഴ്ച കണ്ടാ. ഇഷ്ടം പോലെ പ്ലെയിൻ ഡെക്ക്. ഇതിൽ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്. ഇതിപ്പോ ബോസോം ഫാമിലല്ലേ? ബോസോം ഫാമാണ്. ബോസോം ഫാം മലപ്പുറം മാത്താ മാർക്കറ്റിന്റെ ഗ്രൂപ്പൊക്കെ ഇതിനെ പറ്റി ക്ലാസ് എടുത്ത് കൊടുക്കും. ഇതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് എടുത്ത് കൊടുക്കും. നമ്മൾ മാത്താ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ ഒരു അഡ്മിനാണ്, അതുപോലെ തന്നെ കമ്മിറ്റിന്റെ മെമ്പറും കൂടെയാണ്. പക്ഷെ ഈ ഒരു ബോസം ഫാം എന്ന് പറഞ്ഞാൽ സുറൂറിന്റെ ഫാമാണ്, ചാവക്കാടുള്ള പെരിയമ്പലത്തിലുള്ളതാണ്. പക്ഷെ ഇത് നമ്മൾ കാണാത്ത കാര്യം, ഉള്ളിൽ കയറി വെക്കിഞ്ഞ് ഇത് വെച്ചിട്ട് എന്തിനാണെന്നറിയാം, കാക്ക കയറാതിരിക്കാൻ. ഇതിന് മുട്ടയിൽ കിടക്കണ ഇത് ഇവിടുത്തെ ഇൻക്യുബേറ്ററുകളാണ്. ഇൻക്യുബേറ്ററും കിടക്കണില്ലേ, നാച്ചുറൽ ഇൻക്യുബേറ്റർ. അതെ, ഇങ്ങനത്തെ ഇത് സംഭവം ആദ്യമായിട്ടോ, ഒരു വെറൈറ്റി ആണ്. ഒന്ന് നോക്കാനേ, ഒരു ഭാഗത്ത് മുട്ട കിടക്കണേ, അവിടെ മുട്ട കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ആ ഭാഗത്ത് കിടക്കണേ. പക്ഷെ ഇത് ഫുൾ അതാണ്, കണ്ട. ഇത് കുഞ്ഞുങ്ങളെ ഇറങ്ങി അവരെന്നെ നോക്കും. അവരെന്നെ ഇത് മുട്ട എടുക്കൂലെന്നാ പറഞ്ഞത്, അവര് തന്നെ കെടുക്കാണെന്ന് പറഞ്ഞത്. ഒന്ന് നോക്കാണേ, അത് മൊത്തത്തിൽ എത്രത്തിലുണ്ട്, എല്ലാത്തിലും ഇതിലെ മുട്ട എടുക്കണതാ കണ്ടാ. ഇവിടെ ഉണ്ട്, വാറുണ്ട്. ഇതാ ഇവിടെ കണ്ടാ. ഇത് കാണാനൊരു ഭംഗിയായിട്ട് ഒരു ഡ്രമ്മ് കട്ട് ചെയ്താണിത്. ഡ്രമ്മ് കട്ട് ചെയ്തതാണ്, ഹാഫ് ആക്കിയിട്ടില്ല. ഇത് കുളിക്കാനുള്ള സൗകര്യം അവിടെ വേക്കില് ആ വെള്ളത്തിൽ കണ്ട് അങ്ങോട്ട് ഇറങ്ങും. പക്ഷെ ഞാനതിനെ അത്ഭുതപ്പെട്ടു പോയി സത്യം പറഞ്ഞാൽ. ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തോന്നിച്ചു. പക്ഷേ സ്ഥല സൗകര്യം നല്ല വേണം, അല്ല പറ്റൂല. അത് കിടക്കണ നോക്കാൻ, അത് കാണുമ്പോ തന്നെ ഭംഗിയാണ്. നോക്കിന്ന് അങ്ങോട്ട് നോക്കാണ് ഓരോന്ന് കിടക്കണത്, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ വിരിയാനായിക്കട്. ഇതാണ് ഇൻക്യുബേറ്റർ. ഇതാണ് നാച്ചുറൽ ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്ററിന്റെ ആവശ്യമില്ല, അവരെന്നെ നോക്കും. പ്ലെയിൻ ഡെക്കിനെ ഇൻക്യുബേറ്ററിൽ വെച്ചാൽ റിസൾട്ട് കുറയും. റിസൾട്ട് കുറയും കാരണം മുട്ട ഭയങ്കര തൊലി കട്ടി കൂടുതൽ. അതുകൊണ്ട് കാലിൽ കൊത്തുന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കയറാൻ തന്നെ. പക്ഷെ ഇതിക്ക് അങ്ങനെ സുരൂപമായ ഒരാളെ കടത്തി വിടലില്ല. ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ചു തന്നാണ്. ഇവിടെ പരിപാടി നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത്, കാണാൻ വേണ്ടിയിട്ട്. മുട്ടയിട്ട് ഇപ്പൊ അതിന് ഓപ്പൺ ആയിട്ട് അവർക്ക് തന്നെ ടൈമിങ്ങിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം അതിനുണ്ട്. ശരി, ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ സംഭവം കാണാനൊരു ഭംഗിയാണ്. കണ്ടാ, അടാ ഒന്നിന് 3